ഇറ്റ്സ് മീ സബിത ചാൻസ് ഫ്രം പുത്തിരൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് പ്രിന്റഡ് ജോർജറ്റിന്റെ റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ രണ്ടിൻ്റെ നമ്മൾ 125 റുപ്പീസ് ആയിരുന്നു പെർ മീറ്റർ വന്നിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് 75 റുപ്പീസ് ആണ് പെർ മീറ്റർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നതും 58 ഇഞ്ച് വിഡ്ത്തിലാണ്. ഈ ഫാബ്രിക്കിൻ്റെ തിക്നെസ്സിനൊക്കെ വരുന്ന ഒരു ചെറിയ വ്യത്യാസത്തിനാണ് ഇതിൻ്റെ പ്രൈസ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് കാണുന്നത് രണ്ട് പ്രിൻറ്റിൻ്റെ തന്നെ 4 കളേഴ്സാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ വന്നിട്ടുള്ള 2 പ്രിൻറ്റ്സാണ് നമ്മളിന്ന് കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 58 ഇഞ്ച് വിഡ്ത്തിലാണ്. നമ്മൾ കോട്ടൺ ഫാബ്രിക് എല്ലാം ചെയ്തത് 44 ഇഞ്ച് വിഡ്ത്തിലായിരുന്നു. ഞാനെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 58 ഇഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറച്ച് മതിയാകും. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. എല്ലാം തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന പോലത്തെ ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും ഇതിനകത്തൊരു പ്രിന്റ് തന്നെയാണ്. നമുക്കത് ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പം നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ഫസ്റ്റ് കാണുന്നത് വലിയ പ്രിന്റിലുള്ളതാണ്. ഇങ്ങനെ ലീവ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു പ്രിന്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇത് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ്. 58 ഇഞ്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ല വീതി ഉണ്ടാകും കേട്ടോ ഇതിൻ്റെ ഈ ഫാബ്രിക്കിൻ്റെ വിത്തിന്. അപ്പം നമുക്കിത് ക്ലോസ് വ്യൂവിൽ കാണാം. വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണാം ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. ഞാനത് 1 ലെയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വൺ ലെയറായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ്. ഈ ആലിയ കട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ, അതല്ലെങ്കിൽ ഫ്രോക്ക് മോഡലുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ നല്ലൊരു ഫാബ്രിക് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി ആയിട്ട് ഇങ്ങനെ ഒഴുകി ചേർന്ന് കിടന്നോളും. അങ്ങനത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലോസ് വ്യൂവിൽ കാണാം. നേവി ബ്ലൂവിനകത്ത് ഒരു വൈറ്റ് കളറിലുള്ള പ്രിന്റാണ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ലൈലാക്ക് ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ഞാനതിൻ്റെ ആദ്യം വെച്ച് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം കേട്ടോ. 58 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 75 റുപ്പീസ് പെർ മീറ്ററിലാണ് കേട്ടോ. ആദ്യം കണ്ട നേവി ബ്ലൂ പോലെ തന്നെ ഇതിനകത്ത് ലൈലാക്കാണ് പോയിരിക്കുന്നത്. അതിനകത്ത് വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി കാണുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് അതിനകത്ത് മെൻഷൻ ചെയ്യണം കേട്ടോ, ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ വേണ്ടതെന്ന്. കാരണം പിക്ചറിൽ വരുമ്പോൾ കുറച്ച് ചേഞ്ച് വരും. ഏതാണെന്ന് കൺഫ്യൂഷൻ ആവണ്ട നമ്മുടെ സ്റ്റാഫിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്ലാക്ക് വേണം എന്നുള്ളൊരു ബ്ലാക്ക് നിന്ന് മെൻഷൻ ചെയ്യണം സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ കേട്ടോ. ഇനി നമുക്ക് ബ്ലാക്ക് വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. ബ്ലാക്ക് അങ്ങനെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബ്ലാക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സോൾഡ് ഔട്ട് ആകാറുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ അതിനകത്ത് പോയിട്ടുള്ള പ്രിൻറ്റും. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 58 ഇഞ്ചിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 75 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ലാസ്റ്റ് കളറാണ് നമ്മൾ കാണുന്നത്. ഒരു സീ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, സീ ബ്ലൂ അങ്ങനെ പറയില്ലേ, ആ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 75 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ നല്ല ഭാഗം കാണിച്ചു തരാം. 75 രൂപയാണ് പെർ മീറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസൈനിൻ്റെ തന്നെ 4 കളേഴ്സ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ തന്നെ വേറെ ഷെയ്ഡ്സുകളാണ്. അതിൻ്റെ തന്നെയും 4 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാം ഒരു ഡാർക്കർ ടോണിലാണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത് ബ്ലാക്കിൽ തന്നെ ഒരു പീച്ച് കളറിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ്. ഡാർക്ക് കളറൊക്കെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഫ്ലോറൽ പാറ്റേണിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. വിത്ത് ലൈനിങ്ങിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാനായിട്ട്. നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്കിൽ തന്നെ ഒരു ഗ്രേയും ഡാർക്ക് ഗ്രീനും പീച്ചും ഒക്കെ കൂടെ വന്നിട്ടുള്ളതാണ്. ക്ലോസ് വ്യൂവിൽ കാണുമ്പോൾ അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇങ്ങനെയാണ് ഈ ഫാബ്രിക് പോയിരിക്കുന്നത്.
നെക്സ്റ്റ് വൺ ആ സെയിം പ്രിന്റിൽ തന്നെ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ്. ബ്ലൂ കളറിൽ തന്നെ നേവി ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ടോൺ, ഒത്തിരി ഡാർക്ക് അല്ല എങ്കിലും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. 75 റുപ്പീസാണ്, 75 രൂപയാണ്. 58 ഇഞ്ച് വിഡ്ത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ഗ്രേപ്സിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ഗ്രേപ്പ് ആ ഒരു കളറിലാണ് ഇത് പോയിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 75 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. 1 ലെയറായിട്ട് നോക്കുമ്പോൾ ക്ലോസ് ചെയ്ത് കാണിക്കും. 1 ലെയറായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കളറും ഡിസൈനും എല്ലാം പോകുന്നത്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ്. റെഡ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. റെഡ് കളറിനകത്ത് തന്നെ ബ്ലൂ കളറിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, ഒഴുകി കിടക്കുന്ന പോലത്തെ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. പ്രിന്റഡ് ജോർജറ്റ് ആണ്. 58 ഇഞ്ച് വിഡ്ത്താണ്. പ്രൈസ് വന്നിരിക്കുന്നത് 75 രൂപ പെർ മീറ്ററിലാണ്. അപ്പം നമ്മളിന്ന് കണ്ടത് തന്നെ പ്രിന്റഡ് ജോർജറ്റിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. 2 ഡിസൈനിൽ തന്നെ 4 കളേഴ്സിലാണ് എല്ലാം തന്നെ കണ്ടത്. 58 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 75 റുപ്പീസ് പെർ മീറ്ററാണ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. എങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്, 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3/4 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്.
ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.